നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ കപിലോപദേശമെന്ന 15ാം ദശകത്തിലെ 10ാമത്തെ അവസാനത്തെ ശ്ലോകമാകുന്നു. പരമകിമു ബഹൂക്ത്യാ ത്വത്പദാംഭോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാധസ്വ ഭക്തിം. പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. പരമ കിമു ബഹൂക്ത്യാ ത്വത്പദാംഭോജ ഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തത് വിധൂയ ആമയാൻ മേ ഗുരുപവനപുരേശ ത്വയ് ഉപാധസ്വ ഭക്തിം. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഭോ പരമ ബഹുക്ത്യ കിമു ത്വത്പദാംഭോജ ഭക്തിം സകലഭയ വിനേത്രീം സർവകാമോപനേത്രീം ത്വം ദൃഢം വദസി ഖലു തത് മേ ആമയാൻ വിധൂയ ഹേ ഗുരുപവനപുരേശ ത്വയ് ഭക്തിം ഉപാധസ്വ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അല്ലയോ പരമപുരുഷ, എന്തിനധികം പറയുന്നു? അങ്ങയുടെ പാദങ്ങളിൽ ഉറച്ച പരമമായ ഭക്തി സകല ഭയങ്ങളെയും നശിപ്പിക്കുകയും ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുകയും ചെയ്യുമെന്ന് അങ്ങു തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതിനാൽ അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ എല്ലാ കഷ്ടതകളെയും നശിപ്പിച്ച് എനിക്ക് അങ്ങിൽ ഭക്തി ഉണ്ടാക്കി തരണമേ. നമസ്തേ.